എരിവിത്തിരി കൂടിയെന്നാണ് തോന്നണം കേട്ടോ. അതിൻ്റെ കഥ ഞാൻ അവസാനം പറയാം. അപ്പോൾ ഋതുവിനെ ഇപ്പോൾ ഞാൻ തന്നെ വീട്ടിലിരുത്തി പഠിപ്പിക്കണം കേട്ടോ. ട്യൂഷന് പോയിട്ട് കുറച്ച് നാളിനി ട്യൂഷന് പോകാണ്ട് പഠിക്കാമെന്നുള്ളൊരു പ്രോമിസൊക്കെ തന്ന കാരണം വീട്ടിലിരുത്തി പഠിപ്പിച്ച് വെക്കാൻ വെച്ചിട്ട് പഠിപ്പിക്കുക കേട്ടോ. കുഴപ്പമൊന്നുമില്ല, പഠിച്ചോളും. കഥ പറയുന്ന പോലെ എല്ലാം പറഞ്ഞു കൊടുത്ത് അവനെ പഠിപ്പിക്കാൻ സുഖം. അപ്പോൾ ഞാനും അവനും കൂടെ ഒരുമിച്ച് വീണ്ടും 5ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായി. ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി വിളക്കൊക്കെ വെച്ച് നമ്മുടെ സോഫയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഇരിക്കുന്ന ചാക്കുണ്ടല്ലോ, ഇത് അടുത്ത ദിവസത്തേക്കുള്ള പണിയാണ്. അതെന്താണെന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പറയാം കേട്ടോ. അങ്ങനെ കുറേ ദിവസങ്ങൾ അടുപ്പിച്ച് മഴ പെയ്തിട്ട് ഇന്ന് മഴയ്ക്കൊക്കെ ഒരു ശമനമായിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തിട്ടേ ഇല്ല. നല്ലൊരു കാലാവസ്ഥയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി രാത്രി മഴ വീണ്ടും വരുമെന്നുള്ളത് യാതൊരു പ്രതീക്ഷയില്ല കേട്ടോ. അതാണ് ആ ചാക്കിൻ്റെ കാര്യത്തിൽ ഞാൻ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടാക്കാത്തത്. അങ്ങനെ പിന്നെ രാത്രിക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനൊക്കെ അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിങ്ങിൽ ചെയ്തതാണ് കേട്ടോ. ചിക്കൻ കൊണ്ടാട്ടം തന്നെ എൻ്റെ രീതിയിൽ ഇതാണ് എനിക്ക് കൊണ്ടാട്ടം. അപ്പോൾ ചിക്കൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് തേച്ച് കുറച്ച് നേരം വെച്ചിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതേ ഓയിലിലേക്ക് തന്നെ, ഓയിൽ കൂടുതലാണെങ്കിൽ കുറച്ച് ഓയിലെടുത്ത് മാറ്റിയിട്ട് അതേ ഓയിലിലേക്ക് തന്നെ കുറച്ച് സവാള ഇട്ടിട്ട് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക, അതിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ചില്ലി ഫ്ലേക്സ് ഇടുക, അത് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ മസാലപ്പൊടികൾ മുളക്, മല്ലി, മഞ്ഞൾ, ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസ്, കുറച്ച് ഇത്രയ്ക്കൊക്കെ മതി, ചിക്കനനുസരിച്ച് നമുക്ക് ഒഴിക്കാം കുറേശ്ശെ. അതൊഴിച്ച് അതൊന്ന് നന്നായി മിക്സ് ചെയ്തിടുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. അങ്ങനെ അതൊന്ന് മിക്സായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വരുന്ന കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ലാസ്റ്റ് വീണ്ടും കുറച്ച് ചില്ലി ഫ്ലേക്സ് അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെതറി കൊടുക്കുക. എത്രത്തോളം എരിവ് വേണം അത്രത്തോളം ഒക്കെ ആക്കി മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാനായിട്ടുള്ള ഐറ്റം കിട്ടും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തോ.